ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം താരമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്ന് ലൈവൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇപ്പം വീഡിയോ എടുക്കുക. ലൈവിന് ഇന്ന് കഴിഞ്ഞ ദിവസത്തേനേക്കായ ആൾക്കാരുണ്ടായിരുന്നു. പുതിയ ആൾക്കാരും ജോയിൻ ചെയ്ത് ഒത്തിരി സന്തോഷമുണ്ട്. അടുത്ത സൺഡേയിൽ ഇതുപോലെ 3 മണിക്ക് വരണമെന്ന ആഗ്രഹം. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാമേ. അതുപോലെ നമ്മൾ ഈ ലൈവ് ഞാനിപ്പോൾ ലൈവിൻ്റെ അകത്ത് എന്നോട് സജീവ് മാധവനാണെന്ന് എനിക്ക് ഇത്തിരി ഓർമ്മക്കുറവുണ്ടേ. അപ്പം ഞാനിപ്പോൾ നോക്കിയിട്ട് ആ കമൻസ് എനിക്ക് ലൈവ് ഇട്ട് കഴിഞ്ഞ് ഉടനെ നമുക്കത് ഓപ്പൺ ആകും. പ്രോസസ്സിങ് ഞാൻ എത്ര മണിക്കാണ് 3 മണിക്ക് ഇട്ട ലൈവാണ്. ഇപ്പോൾ 9 മണിയായിട്ടും പ്രോസസ്സിങ് ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. അത് നമുക്ക് സാധാരണ വീഡിയോ നമ്മൾ വ്ളോഗ് ഇടുന്നത് പോലെ പെട്ടെന്ന് നമുക്കത് അപ്ലോഡായി കിട്ടത്തില്ല. അതുകൊണ്ട് അതിനകത്ത് കമൻസും നമുക്ക് നോക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് പേര് നോക്കാൻ പറ്റിയില്ല. അത് നാളെ ഞാൻ പറയാം. മക്കളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. മോടെ പേര് മാളവിക എന്നാണെന്ന് ഓർമ്മയുണ്ട്. 6-ാം തീയതി അല്ല 9-ാം തീയതി ബർത്ത്ഡേ. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ നോക്കിയിട്ട് ആ പ്രോസസ്സിങ് നടക്കുന്നേ ഉള്ളൂ. കമൻസ് എനിക്ക് നോക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ജിബി പ്രമോദ് ജിബി എന്തിൻ്റെയായിരുന്നു ടൊമാറ്റോ ചട്നി ഞാൻ ഇടത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അവളുണ്ടാക്കുന്ന രീതി എനിക്ക് ഒന്ന് എഴുതി തന്നു. ഒരു രസം മൊത്തത്തിലുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കും ഇവർക്കൊക്കെ സമയമില്ലാത്ത സമയത്ത് അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്തുവാന്ന് എനിക്ക് റെസിപ്പി എഴുതി തന്നതാണ്. അപ്പം ഞാൻ ഇനി സമയമുള്ള അത് നമ്മുടെ ഒരു മുട്ട റോസ്റ്റ് പോലൊക്കെ ആണ്. ഇതെന്ന് പറയുന്നത് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കൂട്ടാൻ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ജിബിയും പറയുന്നത് അവരുടെ വീട്ടിലും ചിക്കനോ മീനോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കുന്ന ഒരു കൂട്ടാനോ ഇങ്ങനെ ടൊമാറ്റോ അത് ഇച്ചിരി കൂടുതൽ നന്നായിട്ട് അത് വഴറ്റി നല്ല റോസ്റ്റ് പരുവമാക്കി ഉണ്ടാക്കുന്നതാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ട് കൂട്ടാൻ. ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ ഉള്ളിയും അത് അരിയുന്ന ഒരു രീതിയുണ്ട്. ഉള്ളി നീളത്തിൽ അരിയുന്നത്. വലിയ ടൊമാറ്റോ ആണെങ്കിൽ ഞാൻ ഇച്ചിരി സൈഡ് ഇങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ കാരണം വലിയ നീളത്തിലാവണ്ടെന്നുള്ള അർത്ഥത്തിൽ പിന്നെ പച്ചമുളക് കൂടെ അത് ഇട്ടിട്ട് പച്ചമുളകൊക്കെ എടുത്ത് കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ്. ലാസ്റ്റിൽ ആ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് അതിൻ്റെ ഗുണമല്ല ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടുന്നത്. ഞാൻ പിന്നെ കൂട്ടാൻ വേറെ ഒന്നും എടുക്കത്തില്ല. ആ ടൊമാറ്റോ കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ കണ്ടിട്ട് ഉടനെ ലൈക്ക് ഇടണേ ഇഷ്ടപ്പെടുവാണെങ്കിൽ. വിജയിച്ച് പറയും വിജയെ ഞാൻ ലൈക്ക് ഇടുന്നുണ്ട് ഇഷ്ടമാണേ ഇത്രയൊക്കെ മതിയെന്ന് പറയും. ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഈ ചുമ അങ്ങോട്ട് മാറുന്നില്ലെന്നുള്ളതാണ് ഒരു വല്ലാത്ത ഇതാട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. പിന്നെ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഓൺലൈനിൽ ഞാനും മക്കളോട് പാടിയൊരു പാട്ടുണ്ടേ. താല്പര്യമുള്ളവരൊക്കെ കേൾക്ക് കേട്ടോ. ഓക്കെ. ഇപ്പോൾ രാവിലെ കൊച്ചിനുള്ള കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചായയും തിളച്ചിങ്ങനെ വരാറായായിരുന്നു. അപ്പം ഞാനതൊന്ന് തീ കുറച്ചിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല ഞാൻ ബ്രെഡും ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയിട്ട് പോൾമോന് അവിടെ കൊണ്ടുപോയിട്ടും തികഞ്ഞില്ലെന്ന് വന്നിട്ടും ചോദിച്ചായിരുന്നു. അപ്പം അതുകൊണ്ട് ഇന്നങ്ങ് ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം ബ്രെഡുകാരൻ വന്നോളാം ഞാൻ ഇന്നലെ ബ്രെഡും വാങ്ങിച്ചു. ബാക്കിയുള്ള ചപ്പാത്തിയുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഞാൻ രാവിലെ ഇതൊക്കെ അരിയാൻ ബ്രെഡ് മസാല ആണെങ്കിലും നമ്മളിതൊക്കെ അരിഞ്ഞ് അന്നേരം തന്നെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ സമയം പോകും. അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ അതിൻ്റെ അകത്ത് ചേർക്കാനുള്ള പച്ചക്കറിയും ഞാൻ അരിഞ്ഞു വെച്ചു. ബ്രെഡും പീസാക്കി വെച്ചു. അതുകൊണ്ട് എനിക്ക് രാവിലെ എളുപ്പമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ചായ അങ്ങ് പെട്ടെന്ന് ഇട്ടത്. അല്ലെങ്കിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊച്ചിന് ടിഫിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ചായയുടെ പരിപാടി തുടങ്ങത്തുള്ളായിരുന്നു. ചായയുടെ വെള്ളം ഇങ്ങനെ വെച്ചേക്കും. പക്ഷേ ഇതെല്ലാം ഒന്ന് റെഡി ആയതിന് ശേഷമേ ഞാൻ ചെയ്യത്തുള്ളൂ. സവാള ഞാൻ രാവിലെ അരിയത്തുള്ളൂ. കാരണം സവാള ഞാൻ പൊളിച്ചു പോലും വെക്കത്തില്ല. ഒരു വല്ലാത്ത സ്മെല്ലാണ്. പിന്നെ ഇന്നാളെ ഇങ്ങനെ പറഞ്ഞായിരുന്നു ചേച്ചി അത് ഡബ്ബയിൽ അടച്ചു വെച്ചാൽ സ്മെല്ലൊന്നും വരത്തില്ലല്ലോ എന്ന്. എന്നാലും ഞാൻ സവാള പൊളിച്ച് വെക്കാറില്ല. സവാള അന്നേരമേ ഞാൻ ഫ്രഷായിട്ടേ എടുക്കത്തുള്ളൂ. അപ്പം കുറച്ച് കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടുണ്ട്. കാബേജും ക്യാപ്സിക്കവും ക്യാരറ്റും ഇതിൻ്റെ അകത്ത് ഞാനൊരു കോണ്
വെച്ചാൽ കൊച്ച് കോണ് കൊണ്ടുവന്നായിരുന്നു. അതുകൂടി ഇതിൻ്റെ അകത്ത് ഇതളിതളാക്കി ഇങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ കോണൂടെ എടുത്ത് കടിക്കുമ്പോൾ കിറുകിറുകിറാ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ ഹൈ ഫ്ലെയിമിൽ. ഞാൻ ആദ്യം ഇതിൻ്റെ അകത്ത് വേറൊരു സ്റ്റീലിൻ്റെ നമ്മുടെ കിഴുത്തത്തവി എടുത്തത്. അപ്പോൾ അതിങ്ങനെ ഈ ഉരുളിക്കകത്തിട്ട് കട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കിയുണ്ടേ ഭയങ്കര സൗണ്ട്. പോൾമോനൊക്കെ തൊട്ടപ്പുറത്തല്ലേ ഹോള്. അപ്പോൾ അവൻ കാണാൻ സൗണ്ട് കേൾക്കുമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഈ വുഡൻ്റെ ഈ തടിയുടെ ഈ ഇതെടുത്ത്, അപ്പോൾ അധികം സൗണ്ട് കേൾക്കത്തില്ല. അപ്പം ഞാൻ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. കാരണം ഇച്ചിരി ക്വാണ്ടിറ്റി ഉണ്ടല്ലേ. ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും. അപ്പം ഞാൻ ഈ സമയമായില്ല, ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചത് കൊണ്ട് എനിക്ക് ഒരിത്തിരി പെട്ടെന്ന് 5 കാലൊക്കെ ആയതേ ഉള്ളൂ. ഞാനെന്നാൽ ഒരു 5:30 ആകുമ്പോഴത്തേക്കിന് കൊച്ചിനെ വിളിക്കാമെന്നും പറഞ്ഞ് കാപ്പി ഞാൻ എടുത്ത് വെച്ചതേ ഉള്ളൂ. അത് തണുക്കട്ടെന്നും പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്കിന് കാണാം ഒരാൾ പുറകെ വന്ന് നിൽക്കുന്നത്. ഇന്ന് തന്നെത്താനങ്ങ് എണീറ്റെന്നുള്ളയാ. ആരംഭത്തിലൊക്കെ ഞാൻ ടെൻഷൻ എടുത്തതിന് കണക്കും കയ്യും ഇല്ല. ഇപ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി അങ്ങ് എണ്ണിക്കും. ഇന്ന് അങ്ങ് തന്നത്താൻ എണീറ്റെന്നുള്ളയാ. എനിക്കങ്ങ് അതിശയമായി. ഞാൻ പറയൂ ചക്രമുത്ത് തന്നെ എണീറ്റോ. ഞാൻ റേച്ചാനെ ചോദിച്ചു, റേച്ച എന്താ റേച്ചാനും വാഷ്റൂമിൽ പോകാനായിട്ട് ഞാൻ ചോദിച്ചു റേച്ച എണ്ണീപ്പിച്ചു തന്നു. അല്ല സമയമായി എത്ര മണിയായെന്നും പറഞ്ഞ് തന്നെത്താൻ എണീറ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാരയും കുറച്ച് ടൊമാറ്റോ സോസും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടൊമാറ്റോ സോസിൻ്റെ ഒന്നും കണക്ക് ഇല്ല. നമ്മൾ ആ ബ്രെഡൊക്കെ ഇട്ടിട്ട് അതെങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് ടൊമാറ്റോ സോസൊക്കെ ഒഴിക്കാമേ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഇവർക്ക് ഈ പോളിന് ഇത് പിന്നെ ഇപ്പം ടിഫിൻ കൊണ്ടുപോകാന്ന് വെച്ചോ, ഇത് നന്നായിട്ട് മനസ്സോടെ കൊണ്ടുപോകും. എന്നിട്ട് വന്നിട്ടും ഉണ്ടെങ്കിൽ ചോദിക്കും ഇതുണ്ടോയെന്ന്. ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ്. ചപ്പാത്തി മസാല ഇത് എന്നാൽ പിന്നെ മസാല ഇഡലിയോട് അവന് അത്ര താല്പര്യമില്ല. പക്ഷേ അവൻ്റെ ഫ്രണ്ടിന് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ്. റേജാൻ്റെ ഓഫീസിലും അവർക്ക്, കാരണം അവർക്കൊക്കെ ഇഡലി ഉണ്ടാക്കുന്ന പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ വൈഫ് ഉണ്ടാക്കുന്നുണ്ട് ഇത്ര സോഫ്റ്റ് ആവത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇതിലോട്ടിനി ഞാൻ പറഞ്ഞ ഒരു 3-4 ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. ചപ്പാത്തി എന്താണെന്നോ അധികം വരാൻ കാര്യം ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് സ്ഥിരം ഉണ്ടാക്കി തരുന്ന ആൻറ്റിയുടെ മോക്ക് ഇങ്ങനെ സുഖമില്ലാതെ ആൻറ്റി അവിടെ പോയി വന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു മഹീന്ദ്ര വലിയ കമ്പനിയുണ്ട്. അവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ബൾക്കായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചാൽ ആദ്യത്തെ ദിവസം ചപ്പാത്തി കൊണ്ടുവന്നോണ്ടേ നമ്മൾ കഴിച്ചോണ്ട് അതിന് ഉപ്പേ ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമോ എന്താ ഉപ്പില്ല. അപ്പം പിറ്റേന്ന് റേച്ചാൻ ചെന്ന് പറഞ്ഞോണ്ടേ അവർ പറഞ്ഞു ഉപ്പ് അവർ ചേർക്കാറില്ല, ആരെങ്കിലും പറയുവാണെങ്കിൽ ഉപ്പ് ചേർക്കത്തുള്ളൂ. പക്ഷേ നമ്മുടെ ആൻറ്റി ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും ചപ്പാത്തിയും നല്ലതല്ല. ആൻറ്റി ഉണ്ടാക്കുന്ന ചപ്പാത്തി നല്ല സോഫ്റ്റ്, നല്ല എണ്ണയൊക്കെ തേച്ച് പിറ്റേ ദിവസം ഇരുന്നാലും അത്. ഇതാണെങ്കിൽ പിന്നെ ഇച്ചിരി ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഇച്ചിരി കട്ടിയൊക്കെ ആയിട്ട് സൈഡിലൊക്കെ ഇത്തിരി കട്ടിയും എണ്ണ അങ്ങനെ അധികം ചേർക്കാറൊന്നുമില്ല. പിന്നെ ഉപ്പും അവരങ്ങനെ അവർക്ക് ഇങ്ങനെ ഉപ്പ് ചേർക്കണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെനിക്ക് ആദ്യത്തെ അറിവാണ്. നമ്മളൊക്കെ ഒരു ഇച്ചിരിയേലും ഉപ്പ് ചേർക്കത്തില്ലേ. അപ്പോൾ കൊച്ചിന് ടിഫിനും എടുത്ത് വെച്ചു. അപ്പോൾ അവന് കഴിക്കാൻ വേണമെന്ന് ചോദിച്ചോണ്ടേ വേണ്ടാന്ന് പറഞ്ഞു. അതങ്ങനെ കൊടുത്തു വിട്ടു. അപ്പോൾ ചായയൊക്കെ ഇനി എടുക്കട്ടെ. ചായ റെഡി ആയായിരുന്നേ. ചായ കൊടുത്തിട്ട് എണ്ണിപ്പിക്കാം. അവൻ പപ്പായ എണ്ണിപ്പിക്കാൻ നടക്കുമോ. ഞാൻ തല ജീവിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ചീവി തരാം, ചായ കൊണ്ട് കൊടുത്തിട്ട് പപ്പായ എണ്ണിപ്പിക്കാമെന്ന് പറഞ്ഞ്. അവൻ വേണ്ട പപ്പായ എണ്ണിപ്പിക്കുമെന്ന് പറഞ്ഞ് അവരിയ്ക്കുക. ഇന്ന് കുട്ടപ്പായി ഞാൻ വിളിക്കാതെ എണീറ്റ് വന്ന്. ഞാൻ അടുക്കളയിൽ നിന്നപ്പോഴത്തേക്കിട്ട് നേരത്തെ 5:30 മുമ്പട്ടേ എണീറ്റ് വന്ന്. ഇനി തലയൊക്കെ ചീവി കൊടുക്കട്ടെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം പാത്രങ്ങൾ കഴുകക്കോ അങ്ങനെ തുണികളൊക്കെ കഴുകാനായിട്ടിട്ട് അങ്ങനെ പല പല കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു അവിയൽ ഉണ്ടാക്കാമെന്ന് വെച്ച്. നാട്ടിൽ നിന്ന് അന്ന് കൊണ്ടുവന്ന 2 ചേമ്പും ഒരു ഇച്ചിരി കാച്ചിലിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ അരിഞ്ഞ് ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചിട്ട് ഇപ്പം ഉരുളിക്കകത്തൊന്ന് അരപ്പരച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ അവിയൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഇവിടുത്തെ അവിയൽ ചാറവിയലാണ് കേട്ടോ. കാരണം ഈ കൊച്ചുങ്ങൾക്ക് ചാറാണിഷ്ടം. അവർ കഷ്ണങ്ങൾ അങ്ങനെ കൂട്ടാത്തതുകൊണ്ട് എങ്ങനെയും കഴിച്ചോട്ടെന്നും പറഞ്ഞ് നമ്മൾ അമ്മമാർ ചെയ്യുന്ന രീതികളാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഇഷ്ടമല്ല നോക്കുന്നത്, കുഞ്ഞുങ്ങളുടെ ഇഷ്ടമല്ല. കുഞ്ഞുങ്ങൾ എങ്ങനെയും വയറ്റിൽ കുറച്ച് പച്ചക്കറി ചെല്ലുന്നെങ്കിൽ ചെന്നോട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാമ്പാറും
വെന്ത് പോകുന്ന സാമ്പാറാണ്. അവിയലും ഇതുപോലെ ആയിരിക്കും. പക്ഷേ ഇന്നത്തെ അവിയൽ ഒരു ഇച്ചിരി വെള്ളമായിപ്പോയി. കാരണം കുക്കർ കഴുകിയും മിക്സിയുടെ ജാറ് കഴുകിയൊക്കെ വെള്ളം ഒഴിച്ച് അത് ഇച്ചിരി അങ്ങ് കൂടി. പക്ഷേ രാത്രി ആയതുകൊണ്ടേ ഇത്തിരി കുറുകിയായിരുന്നു. ഈ ഉരുളിക്കകത്തൊക്കെ ഇരുന്നിട്ട് ആ ഉരുളിയുടെ ചൂടോടുകൂടിയൊക്കെ ഇരുന്ന് അങ്ങ് കുറുകിയായിരുന്നു. ആ സമയത്ത് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അത് അടപ്പത്ത് അങ്ങനെ ഇട്ടിട്ട് അരപ്പൊക്കെ ഒന്ന് വേവാനായിട്ട് അവിടെ ഇട്ടിട്ട് പിന്നെ തുണികൾ ഞാൻ പറഞ്ഞില്ലേ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് വിരിച്ചെടുക്കണം. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ ഓൺലൈനിൽ ഞങ്ങൾ പാടിയ പാട്ടാണ് കേട്ടോ. प्रभु का धन्यवाद करते हैं सुंदर अवसर के लिए हमें आज दिया। एक गीत मलयालम गीत गाएंगे हम लोग। आप सब म्यूट करके जिसको आते हैं वो लोग गाइए। और ये गाना है कि प्रभु ने हमें ये क्या बोलते हैं ऐसा हम लोग प्रभु के बिना कुछ योग्यता नहीं है। और ये गाना गीत उसके ऊपर है तो मैं गाना चाहूँगा। അവിയലൊക്കെ ഞാൻ ഈ പരുവത്തിലാണ് നിർത്തിയത്. അവർക്ക് ഈ ചാറോടുകൂടി ഇതായിരുന്നു ഇഷ്ടപ്പെട്ടത്. എനിക്കൊരു ഇച്ചിരിയും കൂടെ കുറിയാൽ കൊള്ളായിരുന്നുണ്ട്. പക്ഷേ വൈകുന്നേരം രാത്രിയിലായതുകൊണ്ട് ഇത്തിരി കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ
Bye. God bless you all. Thank you. Take care. Bye bye. See you.